നമസ്കാരം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടത് ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്? അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചാർത്തുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഇനി വരുന്ന 2 ദിവസം ഞാനൊരു ഫാമിലി ട്രിപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് കിട്ടിയ ടൈമിൽ ഞാനൊരു എഫോർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് സംസാരിക്കാതിരിക്കാൻ ഒട്ടും തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തൊരു ഭാഗത്ത് ആൾ പറയുന്നൊരു സാധനം നിങ്ങൾ കേട്ടോ അറിയില്ല. റസൂൽ പൂക്കുറ്റീനെ ന്യായീകരിക്കാൻ വേണ്ടി സജ്ന ഫിറോസിൻ്റെ മേലിൽ കുറ്റം ചാർത്തിക്കൊണ്ട് നിൽക്കുക എന്നുള്ളൊരു സാധനം. എടാ, 100% ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഈ സജ്ന എന്ന് പറയുന്ന ഒരു വ്യക്തിനോട് ഇത്രത്തോളം ഹെയ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവർ ചെയ്യുന്ന തെറ്റ് ഇവർ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഫസ്റ്റ് തൊട്ടിട്ട് നിങ്ങൾ കണ്ടാലറിയാം, ഇവരെ സൈഡിലുള്ള തെറ്റിനെ ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 മണിക്കൂർ ഇൻ്റർവ്യൂവിൽ തന്നെ ഒരു 75% ഓഫ് കാര്യങ്ങളും ഇവർ ഈ ഫിറോസിനെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. റസൂൽ പൂക്കുറ്റിയായിട്ട് ബന്ധമുണ്ടോ? അതിന് അമ്മ, അച്ഛൻ, ഗുരുവായൂരപ്പൻ എന്തൊക്കെയൊക്കെയോ തേങ്ങ പറയുന്നത്. റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള പ്രഗ്നൻസി, അബോഷൻ, ഇതൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഈവൻ മറുനാടനോടും ഞാൻ ചോദിക്കാൻ വന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ കുന്ത്രാണ്ടങ്ങളൊന്നും ചോദിക്കാത്തത്? സജ്ന നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഷയം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവാനുള്ളതിൻ്റെ ഒരു മെയിൻ കാരണം ഈ പ്രഗ്നൻസിയാണ്. പക്ഷെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല, അതിനെപ്പറ്റി ഡിസ്കഷൻ ഇല്ല, അതിനെപ്പറ്റി വർത്താനമല്ല. ആകെ വർത്താനം ഉണ്ടായത് ഈ ഒരു സാധനം മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? അപ്പം അതുകൊണ്ട് ഞാൻ പേഴ്സണലി, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, റസൂൽ പൂക്കുറ്റീനെ ന്യായീകരിക്കാൻ വേണ്ടി ഫിറോസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിട്ടാണ് സജ്ന നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കണ്ടൻറ്റ് ചെയ്തത് എന്ന് ഫിറോസ് പറയുന്നതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഇനിയാണ് മോളെ MDM എക്സ്പോസിങ് ഇവിടെ വരുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ, എൻ്റെ പൊന്ന് സജ്ന, നിങ്ങൾക്ക് 1% പോലും ബുദ്ധിയും ബോധവും ഇല്ലേ എന്നുള്ളൊരു സാധനം കൂടെ ഞാൻ ഇതിനോട് ആഡ് ചെയ്ത് ചോദിക്കുക. കാരണം ഇവിടെ നിങ്ങൾ ദിയാസന യൂസ് ചെയ്യുന്നതിനെ പറ്റി വലിയ ഘോര പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ദിയാസനേനെ ഇതിലോട്ട് വലിച്ചിട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങളുടെ റിയൽ ഫേസിന് ദിയ വരെ ഇരുന്ന് എക്സ്പോസ് ചെയ്യും. അതിൽ നിങ്ങളുടെ ഉപയോഗത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം കുഴി തോണ്ടിയെന്നല്ലേ? ഫിറോസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പൂക്കുറ്റിയായിട്ട് അവിഹിതമായിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നില്ലേ? ആൻഡ് ഇത്രയും വലിയ പ്രശ്നവും കോൺട്രവേഴ്സിയും ഒക്കെ ഉണ്ടായിട്ടും പൂക്കുറ്റി മാറി നിൽക്കുകയാണ്. റസൂലിൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈയും റെസ്പോൺസും ഒന്നുമില്ല. ഇൻസ്റ്റഡ് റസൂൽ സജ്നേനെ ഫ്രണ്ടിലിട്ട് സജ്നേനോട് പലതും പറഞ്ഞു ചെയ്യുക. പറയുന്നതിന് ഒരു തെറ്റുമില്ല. സജ്നയായിട്ടാണ് ഈ വിഷയം ഉണ്ടാക്കിയത്. സജ്നയായിട്ടാണ് പോസ്റ്റും ഫീഡും കാര്യങ്ങളും ഫേക്കും അതും ഇതും ആരോ കയറി ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടായിരിക്കാം. എന്തായാലും ബാക്കി കേൾക്കാം. അതിലൊരു വിജയമല്ല ഇപ്പോഴും. ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, സജ്നയുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത്, വീണ്ടും അവൾ വന്നിട്ട് വായിത്തോന്നി എന്തും വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ അവർ ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഈ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാര്യം ഓടിക്കുന്നുണ്ട്. ആ വീഡിയോ എടുത്ത് നീ, എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫിറോസ് വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡായി അല്ലെങ്കിൽ ഭയങ്കര വീക്കായിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ ഫിറോസ് ഡീസൻ്റ് ആണ് എന്നൊരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല.
സജ്ന എന്ന് പറയുന്ന വ്യക്തി ഫിറോസിന് എഗെയിൻസ്റ്റ് ഒരു പ്രൂഫും ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കാത്തിടത്തോളം കാലം നമുക്ക് ഫിറോസിൻ്റെ സൈഡ് അറിയില്ല. പക്ഷേ ഒരു പ്രശ്നത്തിൽ രണ്ട് സൈഡിലും തെറ്റുണ്ടാവുന്നത് പോലെ ഫിറോസിൻ്റെ സൈഡിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം സജ്ന ഇതിലോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ സജ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പുരുഷൻ എഗെയിൻസ്റ്റ് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അലിഗേഷനാണ് ഈ അബ്യൂസ് കാര്യങ്ങൾ. അതൊരു കുട്ടീനെയും കൂടെ പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ കുട്ടിക്ക് 13 വയസ്സ്, ഫിറോസ്ക്ക് അത് ചെയ്ത കുട്ടിക്ക് 18 വയസ്സിന് താഴെ, എൻ്റെ കുട്ടിക്ക് 13 വയസ്സ്, ഫിറോസ്ക്ക് അത് ചെയ്ത. അപ്പം കുട്ടികളെ വരെ എടുത്തു വെച്ചുകൊണ്ടാണ് സജ്ന ഈ ഒരു വിഷയത്തിൽ ആ ഇൻ്റർവ്യൂവിൽ കയറി സംസാരിച്ചത്. പക്ഷേ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും സജ്ന തെളിവ് വേണം. ആരെങ്കിലും ഒരാൾ വന്ന് പറയണം, ആരെങ്കിലും ഒരാൾ വീഡിയോയിൽ വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ്, ഓഡിയോസ്, റെക്കോർഡിങ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങൾ 2 മണിക്കൂർ ഇരുന്ന് സ്വന്തം സൈഡ് വെളുപ്പിക്കാൻ വേണ്ടി എഫോർട്ട് എടുത്തിട്ട് പോലും സജ്ന ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ പറയുന്ന ഓഡിയോ. ഇതുപോലെ ഒരു സാധനവും ഈ പർട്ടിക്കുലർ വ്യക്തിന് എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുന്ന വരാത്തിടത്തോളം കാലം നിങ്ങൾ ഇനി എത്ര കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇനി നിങ്ങൾ എത്ര അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിട്ടുള്ള ഓഡിയോസോ വീഡിയോസോ കേസോ കാര്യങ്ങളോ കൊണ്ടുവന്നാലും നിങ്ങൾ പോക്കറ്റ് വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ്ട് ഇതിനൊരു മാറ്റവും വരില്ല. ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ള എങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി. എന്നാൽ അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അക്കം മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജ്ന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന്, നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഇത് റസൂലിൻ്റെ കളി തന്നെയാണ്. ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അത് കണക്ക് നിൻ്റെ കൂട്ടുകാരികളെ കുറിച്ച് ആ ദിയാസന പുറത്ത് വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്തു വന്ന് പറയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു കാര്യം ഫിറോസ് ചോദിച്ച ഇതേ ചോദ്യമാണ് എനിക്ക് സജ്ന നൂറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാ ഇങ്ങനെ കടന്ന് മെഴുകുന്നേ? സിമ്പിളായിട്ട് ഈ വിഷയം തീർക്കാവുന്നതേ ഉള്ളൂ. ഫിറോസ്ക്ക് ഞാനും സെപ്പറേറ്റഡ് ആണ്. എനിക്ക് റസൂലിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടായിരുന്നു, റസൂലിന് എൻ്റെ അടുത്തും ഇഷ്ടമുണ്ടായിരുന്നു, ഞങ്ങളെന്നാ കമ്മിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് വേറൊരാളോട് ഇഷ്ടം തോന്നുന്നത് റോങ് ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആയി എന്ന് കരുതി അയാളെ ലൈഫ് ലോങ് സിംഗിളായി ജീവിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇൻസ്റ്റൻറ്റ് നിങ്ങളിവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഞാനും ഫിറോസും തമ്മിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഓഡിയോ കൂടെ നാട്ടുകാർ ഫുള്ള് മനസ്സിലായി എന്തിനാണ്. ആൻഡ് ഇവിടെ ചോദിച്ചു അതേ ഒരു സാധനം, ദിയാസന എന്ന് പറയുന്ന വ്യക്തിനെ അറിയുന്ന ആൾക്കാർക്കറിയാം, വളരെ ആക്റ്റീവാണ്, വളരെ സ്ട്രോങ് ആണ്, വളരെ ബോൾഡാണ്. ദിയാസനേനെയാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ നിങ്ങൾ കൊണ്ടുപോയി പിടിച്ചിട്ട് ദിയാസന വായടച്ചിരിക്കുന്നതുകൊണ്ടോ? ദിയാസന ലീഗൽ കേസിലുപരി ഇനി സജ്ന നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കംപ്ലീറ്റ് എക്സ്പോസിങ് നടക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും പറയാൻ എനിക്ക് 100% ഷുവറാണ് ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് സജ്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ ചെയ്തത്. പല ചോദ്യങ്ങൾക്കും കൊടുക്കുന്ന മറുപടി, ഏത് മറുപടിയിലും വന്ന് നിൽക്കുന്നത് ഫിറോസിൻ്റെ തലയിലും ഫിറോസിൻ്റെ അവിഹിതത്തിലുമാണ്. ചോദിക്കുക സരീനെ കുറിച്ചിട്ടാണെങ്കിൽ അത് ഫിറോസിൻ്റെ അവിഹിതം, ചോദിക്കുന്ന ചക്കേനെ കുറിച്ചിട്ടാണെങ്കിൽ ഫിറോസിൻ്റെ അവിഹിതം, ചോദിക്കുന്ന മാങ്ങേനെ കുറിച്ചാണെങ്കിൽ മാങ്ങാണ്ടി എന്ന് പറഞ്ഞിട്ട് ഫിറോസിൻ്റെ അവിഹിതത്തിൽ തീരും. അപ്പം ഇതൊക്കെ ഒരു കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഒരുപാടുമില്ല. അതായത് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്ന റസൂലാന്നറിയാം. ഇത്രയും വലിയ കോൺട്രവേഴ്സി ഉണ്ടായിട്ട് അയാൾ എന്തെങ്കിലും മിണ്ടിയോ? ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം പുള്ളിക്ക് അറിയാം തെറ്റാണ്, ഞാനിവിടെ വന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ന്യായീകരിക്കാനൊന്നുമില്ല എന്ന്. എന്തിനാണ് ന്യായീകരിക്കുന്നത്? വായടച്ച് അവിടെ ഇരിക്കുക. 2 ദിവസം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ കഴിഞ്ഞാൽ അതവിടെ തീർന്നു. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ഒരു പരിഹാരമാണ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഇതാണെന്ന് കരുതി നിൽക്കുക ഇല്ല, പകരം കരയുകയാണ്, ന്യായീകരിക്കുകയാണ്. എവിടെ ഇനി എന്തൊക്കെയാണ് ദിയാസന പൊട്ടിക്കാൻ പോകുന്നതെന്നുള്ള അറിയില്ല. ഇതിൽ തന്നെ സച്ചിനയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഓഡിയോ റെക്കോർഡ് ലീക്കാവുന്നുണ്ട്. കേട്ട സമയത്ത് ഞാൻ തന്നെ നെട്ടിപ്പോയി. കാരണം ആ 2 മണിക്കൂർ ഇൻ്റർവ്യൂ കണ്ട സച്ചിനെയാണോ ഇത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. മനസ്സിലാക്കണം, നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും, അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും.
കാരണം ഇത്രയും ഞാൻ എനിക്കിവിടെ കോടതിയുടെ അടുത്ത് അല്ലെങ്കിൽ മുഴുവനായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, രണ്ട് വ്യക്തികൾ റിലേഷൻഷിപ്പ് ഫ്രണ്ടോട്ട് പോകുമ്പോൾ അവരൊരിക്കലും പോസിറ്റീവായിട്ടല്ല പോകുന്നതെങ്കിൽ ആ ബന്ധം ബ്രേക്ക് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ആ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചോദിച്ചിട്ടുണ്ടാവുന്ന കുട്ടികളാണ്. കുട്ടികളോട് ഡയറക്റ്റായി ചോദിക്കുക, ഉമ്മാൻ്റെ അടുത്ത് പോകണോ, ഉപ്പാൻ്റെ അടുത്ത് പോകണോ, അല്ലെ അച്ഛൻ്റെ അടുത്ത് പോകണോ, അമ്മേൻ്റെ അടുത്ത് പോകണോ, എവിടെയാണോ കുട്ടിക്ക് പോകാൻ ആഗ്രഹമുള്ള കുട്ടീനെ അങ്ങോട്ട് വിടുക. കാരണം നിങ്ങൾ ഒരിക്കലും കുട്ടിക്ക് പോകാൻ ആഗ്രഹം അച്ഛൻ്റെ കൂടെ ആയിരിക്കും, അമ്മേൻ്റെ കൂടെ നിന്നോ, അമ്മയാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുട്ടി ഒരിക്കലും അവിടെ ഹാപ്പി ആയിരിക്കില്ല. ഇവിടെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന മഞ്ജു വാര്യർ, ദിലീപ് ആസാന. മീനാക്ഷിക്ക് ആരുടെ കൂടെയാണ് പോകേണ്ടത് ചോദിച്ചു, അച്ഛൻ്റെ കൂടെയാണ് പറഞ്ഞു. മഞ്ജു വാര്യർ ഫൈറ്റ് ചെയ്തില്ല, ലെറ്റ് ഹർ. കാരണം അവളുടെ ഹാപ്പിനെസ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബന്ധം രണ്ടാക്കിയത്. സോ ഇനി മകന് ഫിറോസിനോടാണ് താല്പര്യം, ഫിറോസിന് കൂടെ നിൽക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ വിട്. അപ്പോൾ ഇതിലെ മെയിൻ കണ്ടൻറ്റ് ആ ഓഡിയോസാണ്. നമുക്ക് അടുത്ത അതിലോട്ട് പോകാം. ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണ. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. ഒരിക്കലും ഇവൾക്കത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് ഞാൻ ഇപ്പം കേട്ട സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായല്ലോ. ഏതോ ഒരു ഫ്രണ്ടാണ് വന്ന് പറയുന്നത്. അതിൽ ഫ്രണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, സജ്ന എന്ന് പറയുന്ന വ്യക്തി ഈ രാസലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. പറയാണ്ട് തന്നെ അറിയാലോ, ഹൈലി കെമിക്കൽ സാധനമാണ്, രസകരമായൊരു സാധനമാണ്. കുടഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ 3-3.5 കിലോ സാധനം കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് എൻ്റെ പൊന്നു സജ്ന ചേച്ചി, നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് പറയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് തൂഫാൻ പ്രൊജക്റ്റൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊരു ഡിസ്കഷനിലോട്ട് പോകും, കേസിലോട്ട് പോകും, പല ടെസ്റ്റുകൾ ചെയ്യും. ഇത് പോസിറ്റീവാണെന്ന് അറിയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വയം പല്ല് കുത്തി നാറുന്ന അവസ്ഥയിലോട്ടല്ലേ എത്തിയിട്ടുള്ളത്. സത്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ, കോൺഫിഡൻ്റ് ആയിട്ട് നിന്നോ. ബാക്കി കേൾക്കാം. സജന ഇവള് പറയുന്നുണ്ട്, എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു. ഈ കേൾക്കുന്നതിൽ സത്യമുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ചേച്ചി ഏത് വണ്ടിയിലാണ് കയറി കളിച്ചത്? ആൻഡ് എന്തായാലും എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവും. ഒരു സത്യം ഇല്ലാണ്ട് 2 പെൺകുട്ടികൾ വന്ന് ഒരു ഓസ്കാർ അവാർഡ് വിന്നറിൻ്റെ മുഖത്ത് നോക്കി അയാൾ എന്നോട് കോഴിത്തരം കളിച്ചു എന്നൊന്നും പറയുന്നില്ലല്ലോ. എന്തായാലും പിന്നെ ഓരോരുത്തർക്ക് ചേർന്നതിനെയല്ലേ കണ്ടുമുട്ടൂ. മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കുന്നുണ്ട്, അപ്പം നിനക്കെന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും.
സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. സുൽപ്പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് എന്തുണ്ട് വിശേഷം? അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് എന്തെന്നാ അറിയവളാണ് സജ്ന എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൊന്നു സജ്ന ഇത്രയും കാലം എന്താ പറഞ്ഞത്, 6 കൊല്ലമായി ഞാനും ഫിറോസ്ക്കും സെപ്പറേറ്റഡ് ആണ്, അതിന് ശേഷമാണ് റസൂൽക്കാല് പോയെന്ന്. പക്ഷെ ഇപ്പം കേട്ടത് പ്രകാരം സജ്ന ഫിറോസ് ആയി നിൽക്കുന്ന സമയത്തെ റസൂലുമായിട്ട് അവിഹിതം ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ആൻഡ് സജ്ന കഥ പറഞ്ഞതിൽ ഈ അവിടെ പോയതും അവിടെ എന്തൊക്കെയോ പ്രശ്നം അനുഭവിച്ച് ഒന്നും അറിയാത്ത പൊട്ട കുട്ടീനെ പോലെ ഞാൻ ബാറിൻ്റെ അവിടെ പോയി ഇരുന്നു, എന്നെ ആരൊക്കെയോ വന്ന് രക്ഷിച്ച് സഹായിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഫിറോസിനെയാണ് കോൺടാക്ട് ചെയ്തതെന്ന്. അപ്പോൾ ആ സമയത്തുള്ളൊരു ഇൻസിഡൻ്റ് ആണ് പറയുന്നതെങ്കിൽ ആ സമയം സജ്നയും ഫിറോസും ബന്ധത്തിലായിരുന്നില്ലേ. ആൻഡ് ഈ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അന്ന് സജ്ന ഇത്രയും വൃത്തികെട്ട പരിപാടികൾ ചെയ്ത സമയത്ത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ സജ്നേനെ ടു ആൻ എക്സ്റ്റെൻറ്റ് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ചെയ്തത്. അന്നേ നിങ്ങളിത് മുളയിൽ നുള്ളണമായിരുന്നു. പക്ഷേ ഇല്ല, പല സാഹചര്യങ്ങൾ, പല സിറ്റുവേഷൻ, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കാരണമായിരിക്കാം. പക്ഷേ സജ്ന ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സജ്നേനെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും സുഹൃത്തിൻ്റെ മൈൻഡിൽ സജ്നയെ കുറിച്ചുള്ള അഭിപ്രായം ഇതൊക്കെയായിരുന്നു. ഇതിൽ കൂടെ 2 കാര്യങ്ങൾ മനസ്സിലായി. സജ്ന ഈസ് എ ലഹരി ഉപയോഗിക്കുന്ന ആൾ എന്നാണ് ഈ വോയിസിൽ വന്ന പെൺകുട്ടി പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, സജ്ന ഈസ് എ പ്രേമരോഗി. അതാണ് രണ്ടാമത്തെ കാര്യം. ബാക്കി സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാ സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത്, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് സത്യസന്ധമായി പറയുകയാണ്, എനിക്ക് കേൾക്കുന്ന സമയത്ത് എനിക്ക് തന്നെ വളരെ നാറിയ കഥ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എക്സ്പോസിങ് ടു ദി എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലഹരി വന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ സ്വഭാവം വന്നു, പെരുമാറ്റം വന്നു, അതിനുശേഷം ഇപ്പോൾ മോഷണം വന്നു, വീട്ടിൽ കയറി പലതും എടുക്കാൻ തുടങ്ങി എന്നുള്ള സാധനം വന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്നാണ്. എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ആരംഭം, എങ്ങനെയാണ് ഇവിടെ എത്തിയത്?
ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് എൻ്റെ വീഡിയോയിലിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയൊക്കെ ആണെങ്കിൽ അവരൊരു പെണ്ണാണ്, അവർക്കിത് എത്രത്തോളം പെയിൻഫുൾ ആവും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കുറേ മേജർ പാർട്സ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫിറോസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ പോയി നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് വീഡിയോസ് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ടോട്ടൽ ഓഫ് 19 minutes ഉള്ള വീഡിയോ ആണ്. അത് ഫുള്ള് കാണിക്കാൻ നിന്നാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫാണ്. എടാ, നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫ് ആലോചിച്ച് എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുകയാണ്. എന്തൊരു വൃത്തികെട്ട ജീവിതമാണ്. നിങ്ങൾക്ക് ഫെയിം ഉണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എന്താ ഇൻ്റർവ്യൂസ് ഉണ്ട്, ഇനാഗ്രേഷൻ ഉണ്ട്. നിങ്ങളെ കാണുമ്പം ഓടി വരുന്നു, സെൽഫി എടുക്കുന്നു, അയ്യോ ഇവിടെ കാണാൻ പറ്റിയല്ലോ. ഈവൻ നിങ്ങളൊന്ന് ബാക്ക് ഫോളോ ചെയ്താൽ തന്നെ അയ്യോ ഇന്ന ആൾ എന്നെ ഫോളോ ചെയ്തു, നിങ്ങളെ പടം വരച്ച് തരുന്നു, നിങ്ങൾക്ക് കൊളാപ്സ് കിട്ടുന്നു, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നു. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതമല്ലേ നാരായണക്കല്ലാവും. സോഷ്യൽ മീഡിയയിൽ ഇമ്മാതിരി കളി കളിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 4 ആൾ അറിയെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിബോധം, അതിൻ്റെ ഒരു മാനേഴ്സ്, അതൊന്നും ഈ ഇൻഫ്ലുവൻസേഴ്സ് ടാഗ് ലൈനിൽ ഇല്ലല്ലോ എന്നാ. ഇപ്പോൾ സജ്ന നൂറിൻ്റെ തന്നെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് രീതി, അതാണ് ഞാൻ പറയുന്നതെടാ. നമുക്കൊരു പ്രൈവറ്റ് ലൈഫ് വേണം, നമുക്ക് നമ്മളതായ രീതിയിലുള്ളൊരു സോഷ്യൽ ലൈഫും വേണം. നമ്മളുടെ പ്രൈവറ്റ് ലൈഫ് ഒരിക്കലും സോഷ്യൽ ലൈഫിലോട്ട് വരാൻ പാടില്ല. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യണം. നമ്മളൊരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുള്ളൊരു പെരുമാറ്റം വേണം, നമ്മളെ സ്വഭാവ രീതി വേണം, നമ്മളവരെ കാണുന്ന ഒരു ആംഗിൾ വേണം, പിന്നെ നമ്മൾ പല സിറ്റുവേഷനിലും റിയാക്ട് ചെയ്യുന്ന പെരുമാറുന്ന, ഈവൻ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ വരെ നമ്മളതിൽ അത്രത്തോളം ആലോചിച്ച് ചിന്തിച്ച് വേണം നമ്മൾ പലതും ചെയ്യാൻ. പക്ഷേ ഇന്നത്തെ സമൂഹം ഇങ്ങനെയല്ല, ഇന്നത്തെ സൊസൈറ്റി ഇങ്ങനെയല്ല. പലരും പലത് ചെയ്തു കൂട്ടുക. അതാണ് നമ്മുടെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത്. ഇത്രയും നാറിയ ഒരവസ്ഥ, ഇത്രയും വൃത്തികെട്ട ഒരവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പോപ്പുലാരിറ്റിയും ഫെയിമിൻ്റെയും പുറകെ പോയതായിരിക്കും. എനിക്ക് ഓഫ്കോഴ്സ് സജ്നാനൂറിൻ്റെ ഒക്കെ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പോപ്പുലാരിറ്റി, ഫെയിം, റീച്ച്, ക്യാഷ് ഇതിന് പുറകെ പോയ ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ സ്വന്തം ലൈഫ് ഇല്ലാണ്ടായി. ഇതിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉമ്മാക്കാണ്. നിങ്ങളുടെ ഉമ്മ ഇതിൽ ഹാപ്പി ആവുമോ? ഏത് ഉമ്മയ്ക്കാണ് സ്വന്തം മോളെ പറ്റി ഇങ്ങനെ ഒരു കാര്യം കേൾക്കുക? ഏത് കുട്ടികൾക്കാണ് സ്വന്തം ഉമ്മാനെ പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരിക? ഞാൻ ഇതിൻ്റെ ബാക്കി അങ്ങോട്ടുള്ള ഓഡിയോസ് എനിക്ക് ഇടാൻ അറിയായിട്ടല്ല, ഞാൻ ഇടായിട്ടാണ്. എന്തിന് ഇത്രയ്ക്ക് നാറിയൊരു സാധനം ഞാൻ എൻ്റെ യൂട്യൂബിലിടണം? എന്തിന് നിങ്ങളെ ഇതാക്കണം എന്ന് കരുതിയിട്ടാണ്. ഞാൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും ഇട്ട് കഴിഞ്ഞു. എല്ലാ വീഡിയോസ് കൂടി എല്ലാം സ്പ്രെഡായി കഴിഞ്ഞു. കട്ട് പീസായിട്ട് വരെ വന്നു കഴിഞ്ഞു. അവസ്ഥയെ നിങ്ങളൊക്കെ ഏറ്റവും നല്ലത് ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ ഇതൊക്കെ വെറും വർത്താനം എന്ന് കരുതി വിടാം. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. തെറ്റ് പറ്റാം, മേ ബി ഇതൊരു ഐ ഓപ്പണറായി എടുത്ത് മാറാൻ ശ്രമിക്കുക സജ്നാനൂർ. തെറ്റിനെ സമ്മതിക്കുക, അംഗീകരിക്കുക, ക്ഷമ ചോദിക്കുക, മുന്നോട്ട് പോവുക. അവിടെ തീരാവുന്ന വിഷയമുള്ളൂ. അതിനെയാണ് ഈ ന്യായീകരിച്ച് ഇപ്പം ഈ നാറിയ അവസ്ഥയിലോട്ട് എത്തിയത്. ഇനിയെങ്കിലും അത് ചെയ്യും. വണക്കം തമ്പി, ഇമ്മാതിരി സ്റ്റോപ്പ് പണിയാച്ച്.